നമസ്കാരം. നമ്മുടെ കേരളത്തിൽ നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു DYFIയുടെ സമ്മേളന വേദിയിൽ ഒരു നാടകം അവതരിപ്പിച്ചു. ആ നാടകം മിസ എന്ന് പറയുന്ന ഒരു നാടകമാണ്. മിസ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ആദ്യം നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. അതായത് മെയിൻ്റനൻസ് ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആക്ട്. ഇത് നടപ്പിലാക്കുന്നത് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. ഏത് കാലത്താണ് ഇന്ന് ഈ മിസ നടപ്പിലാക്കിയത് എന്ന് നമുക്കറിയാം. അത് നമ്മുടെ അടിയന്തരാവസ്ഥ കാലത്താണ് നടപ്പിലാക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് മിസ എന്ന് പറയുന്ന ഒരു നിയമം പാസ്സാക്കുകയും ഈ നിയമം പാസ്സാക്കിയതിലൂടെ ആരെയും കരുതൽ തടങ്കലിൽ പാർപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. വിചാരണയുടെ ആവശ്യമില്ല, ഒന്നുമില്ല. ആ ഒരു വാറണ്ട് പോലും വേണ്ട ഒരാളെ പിടികൂടുന്നതിന്. പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആരുടെ ഫോൺ ചോർത്താനുള്ള ഒരു കഴിവും അല്ലെങ്കിൽ ഒരു അനുമതി കൂടി ഈ മിസ എന്ന് പറയുന്ന നിയമം പ്രോമിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് മിസ പറയുന്നത്. അപ്പോൾ ആ മിസ നിയമം നിലനിൽക്കുന്ന സമയത്താണ് ഒരു ബറോഡ ഡൈനാമിറ്റ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സ്നേഹലത റെഡ്ഡി എന്ന് പറയുന്ന ഒരു ചലച്ചിത്ര നടിയെ പോലീസ് പിടികൂടി ഇവരെ കൊണ്ടുവന്ന് ജയിലിൽ അടയ്ക്കുന്നു. ജയിലിൽ വിചാരണ പോലും നടത്താതെ ജയിലിൽ 8 മാസം ഇവരെ ജയിലിൽ പാർപ്പിക്കുന്നു. ഈ 8 മാസം കൊണ്ട് ആസ്മാരോഗിയായ ഇവരുടെ ശരീരം വല്ലാതെ ക്ഷീണിച്ച് അങ്ങനെ അവർ മൃതപ്രായമായതിനു ശേഷമാണ് ഇവർ പരോൾ ലഭിച്ച് പുറത്തേക്ക് വരികയും തുടർന്ന് അധിക ദിവസം തികയ്ക്കും മുമ്പ് ഈ നമ്മുടെ സ്നേഹലത റെഡ്ഡി എന്ന് പറയുന്ന ഈ ചലച്ചിത്ര താരം മരണപ്പെടുകയും ചെയ്തു. അതും ചെറുപ്രായത്തിൽ. ഈ ജയിലറയ്ക്കുള്ളിൽ നമ്മൾ ഏതാണോ ചിന്നൂസ് എന്ന് പറയുന്ന ആ ചിന്നൂസ് ചിലങ്ക, അങ്ങനെയാണ് ആ കുട്ടിയുടെ പേര്, അതേപോലെ ആ വേഷം ഏത് തന്നെയായിരുന്നു, ആ വേഷത്തിൽ തന്നെയായിരുന്നു അവരെ ജയിലിൽ പാർപ്പിച്ചിരുന്നത് എന്ന് നമുക്ക് ആ സമയത്തുള്ള ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ അതൊരു നാടകമാക്കി ഈ കഴിഞ്ഞ ദിവസം DYFIയുടെ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. ഒരു കലയാണ്, ഒരു കലാരൂപമാണ്. ഒരു കലാകാരിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു നാടക നടിയെ സംബന്ധിച്ചിടത്തോളം ശരീരവും സംഭാഷണവും അതവരുടെ ആയുധമാണ്. അപ്പം ആ ആയുധം ഉപയോഗിച്ചുകൊണ്ട് അവർ ആ കഥാപാത്രത്തെ വളരെ ഭംഗിയായി അവതരിപ്പിച്ചു എന്നുള്ളതാണ് വസ്തുതാപരമായ ഒരു കാര്യം. ഇത് നമ്മുടെ നാട്ടിലുള്ള ചില സദാചാര കുക്ഷികൾക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് പിടിച്ചില്ല. ഇവരെ നോക്കിയപ്പോൾ അർദ്ധനഗ്നയായ ഒരു പെൺകുട്ടി, അത് അത്ര നഗ്നമായ വേഷമൊന്നും അല്ലല്ലോ, അവിടെ നിന്നുകൊണ്ട് ശരീരത്തിലേക്ക് ഇത് വലിച്ചെറിയുന്നു. ആ രീതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിനെ ഒരു പാട്ടൊക്കെ ഇട്ടിട്ട്, നമുക്കറിയാം ഏഴിമല പൂഞ്ചോല സ്ഫടികത്തിനകത്തിൽ ആ പാട്ടൊക്കെ ഇട്ട് അവരതിനെ ആ രംഗത്തെ അങ്ങ് കൊഴുപ്പിക്കുകയും പറയാൻ ഉദ്ദേശിച്ച ആ സബ്ജക്റ്റിൻ്റെ പ്രാധാന്യത്തെ ഇല്ലാതാക്കുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത. PC വിഷ്ണുനാഥിൻ്റെ കാര്യം മനസ്സിലായി. കല എന്ന് പറയുന്നതിനെ എന്താ പറയുക, അതൊരു ആശയാവിഷ്കാരമാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ബോധ്യമൊക്കെ അദ്ദേഹത്തിനുണ്ട്. അതിനെ അങ്ങനെ കാണാൻ പാടില്ല എന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. എന്നാൽ ഇവിടെ ചിലർക്കൊന്നും ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ഒത്തിട്ടില്ല. ചിലരെ സംബന്ധിച്ചിടത്തോളം സദാചാര വിരുദ്ധത, സഭ്യതയുടെ അതിർവരമ്പുകൾ ഭേദിക്കുന്ന ഒന്നായി ഈ മിസ എന്ന് പറയുന്ന നാടകത്തെ അവർ കണ്ടു. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതിലേറെ രസകരമായി തോന്നിയ ഒരു കാര്യമുണ്ട്. നമ്മുടെ ശശികല എന്ന് പറയുന്ന ഹിന്ദു ഐക്യവേദിയുടെ ഒരു നേതാവ്, നമുക്കെല്ലാവർക്കും ശശികല എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചില രൂപങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സ്വാഭാവികം മാത്രമാണ്. ശശികലയെ സംബന്ധിച്ചിടത്തോളം ശശികലയ്ക്ക് സദാചാര കുരുപൊട്ടാൻ ഇതിനപ്പുറത്ത് വേറൊന്നും വേണ്ട. ഇതൊരു നമുക്കറിയാം, ഇവിടുത്തെ സംഘപരിവാറുകാർ ദീപിക പദുക്കോൺ ഇട്ടിരിക്കുന്ന ബിക്കിനിയുടെ നിറം നോക്കി ആ സിനിമയ്ക്കെതിരായി ചർച്ച ചെയ്തവരാണല്ലോ ഈ സംഘപരിവാരംകാർ. ഇവരുടെ സംഘപരിവാരത്തിൻ്റെ കൂടാരത്തിലുള്ള ചില നഗ്നസ്വാമികളുണ്ട്, ദിഗംബരന്മാർ, ദിക്കിനെ അമ്പരമാക്കിയവർ, വസ്ത്രമാക്കിയവർ. അവരിരിക്കുന്നതിൻ്റെ മുന്നിൽ പോയി, തുണിയില്ലാതിരിക്കുന്ന അത്തരം സ്വാമിമാരുടെ മുന്നിൽ പോയി കുമ്പിട്ട് വണങ്ങാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് പോലും യാതൊരു ലജ്ജയുമില്ല. അങ്ങനെ പോലും ഈ സംഘപരിവാരങ്ങൾ സ്വാമിമാരെ പൂവിട്ട് പൂജിക്കുകയാണ്. അതിലൊന്നും സഭ്യതയുമില്ല, സദാചാര വിരുദ്ധതയൊന്നും നമ്മൾ കണ്ടിട്ട് കൂടിയില്ല. അവരിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ ഹിന്ദു ഐക്യവേദിയുടെ നേതാവായ ഈ ശശികല. ഈ ശശികലയെ സംബന്ധിച്ചിടത്തോളം ശശികല പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ശശികല വലിയ വിമർശനമൊക്കെ ഉന്നയിച്ചിരുന്നു. ഇത് തെറ്റായിപ്പോയി, ഇത് സഭ്യതയുടെ അതിർവരമ്പുകൾ ഭേദിക്കുന്നു, ആടയാണ് കോടയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ ശശികലയുടെ അടുത്ത വാചകങ്ങൾ ഇങ്ങനെയാണ്. അത് അവർ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു. ശരിയാണ്, ഞങ്ങളൊന്നും കലയെയോ അരങ്ങിനെയോ അറിയാത്തവരാണ്, കലാബോധം തൊട്ട് തീണ്ടാത്തവരാണ്. അരനൂറ്റാണ്ട് മുൻപത്തെ
അടിയന്തരാവസ്ഥയും മിസയും ഒന്നും അറിയാത്തവരുമാണ്, സമ്മതിച്ചു തരുന്നു. വലിയ കാര്യമായിപ്പോയി. കാരണം തന്നല്ലേ പറ്റൂ, ഇടത്തോട്ട് ചെരിഞ്ഞു നിൽക്കാത്തവർക്ക് എന്ത് കല, എന്ത് ആസ്വാദനം. അങ്ങനെയൊന്നുമില്ല. കലയെ ആസ്വദിക്കാനും കലയുടെ യഥാർത്ഥ മൂല്യത്തെ മനസ്സിലാക്കാനും ഒക്കെ ഇവിടെ ചെയ്യേണ്ടത് ഇടത്തോട്ട് ചെരിഞ്ഞ് നിൽക്കണമെന്നൊന്നുമില്ല. നേരെ നിന്ന് നോക്കിയാലും ചിലപ്പോൾ മനസ്സിലാവുന്നേ. അതിന് പക്ഷേ കലയെ കലയായി കാണാനുള്ള ഒരു മനസ്സ് മാത്രം ഉണ്ടായാൽ മാത്രം മതി. കലയെ ആസ്വദിക്കണമെങ്കിൽ ഇടത്തോട്ട് ചെരിഞ്ഞ് നിൽക്കണമെന്ന് യാതൊരു നിർബന്ധവും നമുക്ക് ഇല്ല. അപ്പോൾ എന്താണ്, ഇനി ഞങ്ങൾ എന്ന കലാ അരസികർക്ക് അപ്പോൾ ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളാണ് വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. ബലാത്സംഗത്തിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ, ആരുടെയെങ്കിലും യഥാർത്ഥ കഥ ചിത്രീകരിക്കുമ്പോൾ വേദിയിൽ അക്ഷരാർത്ഥത്തിലുള്ള ബലാത്സംഗം നടത്തുമോ? ഗംഭീരമായ ഒരു ചോദ്യമാണ്. ഗംഭീരം എന്ന് വെച്ചാൽ അതിഗംഭീരമായ ഒരു ചോദ്യമായിപ്പോയി. അതായത് ബലാത്സംഗം എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കഥ വിവരിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള ബലാത്സംഗം നടത്തുമോ എന്നാണ് ചോദ്യം. അതും ഇതും തമ്മിൽ എങ്ങനെയാണ് പ്രിയപ്പെട്ട ശശികലയെ കൂട്ടിക്കെട്ടുക? ഒന്ന് ആലോചിച്ച് നോക്കുകയുള്ളൂ. ബലാത്സംഗം എങ്ങനെയാണ് ഒരു വേദിയിൽ ചിത്രീകരിക്കുക? അത് അപ്പോഴും ബലാത്സംഗമായി മാറുന്നില്ലേ? നിയമപരമായി തെറ്റല്ലേ? അതിനകത്ത് നിയമസാധുത എന്ന് പറയുന്ന സാധനം കൂടെ നമ്മൾ പരിഗണിക്കണമല്ലോ. പിന്നെ മറ്റൊരു കാര്യം, അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ പിന്നെ അതോടൊപ്പം തന്നെ പുരുഷ ലൈംഗിക അവയവത്തിൽ പച്ചീർക്കില കുത്തിക്കയറ്റിയ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ശരിയാണ്, അതൊക്കെ ശരിയാണ്. ഈ പച്ചീർക്കിൽ കുത്തിക്കയറ്റിയ സംഭവങ്ങളൊക്കെ അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. ഒരു തനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എന്തേ നിങ്ങൾ വേദിയിൽ പരിപൂർണ നഗ്നനായ പുരുഷൻ്റെ ലൈംഗിക അവയവത്തിൽ പച്ചീർക്കിൽ കുത്തി കയറ്റുമോ? വലിയ ചോദ്യങ്ങളാണ്, ഗംഭീര ചോദ്യങ്ങളാണ്. ബലാത്സംഗം നടത്തി കാണിക്കണം, പച്ചീർക്കിൽ കുത്തി കയറ്റി കാണിക്കണം, അല്ലേ? ഒരു തനിമയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്ത് കാണിക്കുമെന്നാണ് ശശികല ചോദിക്കുന്നത്. എങ്ങനെ മനസ്സ് വരുന്നു ഇമാതിരി ചോദ്യം ചോദിക്കാൻ? ഇതിൽ എവിടെയാണ് ഇത് ഈ പറയുന്ന രണ്ടും ക്രൈമാണ്. ഈ പറഞ്ഞ രണ്ടെണ്ണവും ക്രൈമാണ്. അതായത് ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ഏറ്റവും വലിയ കുറ്റകൃത്യങ്ങളാണ് ഈ പറഞ്ഞ രണ്ടെണ്ണം. ഇതെങ്ങനെയാണ് ഒരു പൊതുവേദിയിൽ വെച്ച് നടത്തുക? ബലാത്സംഗം എന്ന് പറയുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെറ്റായ ഒരു കാര്യമാണ്. അത് തന്നെയല്ല പബ്ലിക്കലി നമുക്കത് അത്ര കാര്യമായി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണോ ഒരു ബലാത്സംഗം എന്ന് പറഞ്ഞാൽ? അത് സിനിമയിലൊക്കെ ഒരുപാട് തന്നെ കണ്ടിട്ടുണ്ടാവും. സിനിമയിലൊക്കെ അതിൻ്റെ ഒരു എന്താ പറയുക, ഇത് നാടകത്തിലും അത്തരത്തിലെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഇതിൻ്റെ ഒറിജിനാലിറ്റി എന്നുള്ള നിലയിലല്ല കാണിക്കുന്നത്. അതൊക്കെ ഒരു പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. പച്ചീർക്കിൽ കുത്തിക്കയറ്റുന്നത് എങ്ങനെ കാണിക്കാൻ പറ്റും? ആൾക്കാർ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമോ? അതൊക്കെ അതിനെ പ്രതീകാത്മകമായി നാടകത്തിൽ അവതരിപ്പിക്കാറുണ്ട്. അതൊക്കെ സ്വാഭാവികമായുള്ള കാര്യങ്ങളാണ്. അങ്ങനെ കയറ്റിയാലല്ലേ ഒറിജിനാലിറ്റി ഉണ്ടാവുകയുള്ളൂ. തടവുകാരെ പരിപൂർണ നഗ്നരാക്കിയിരുന്നുവെങ്കിൽ കലയുടെ തനിമയ്ക്ക് വേണ്ടി പരിപൂർണ നഗ്നമാക്കി നിങ്ങൾ യുവതിയെ വേദിയിൽ നിർത്തുമായിരുന്നോ? അത് അങ്ങനെയല്ലല്ലോ, പരിപൂർണ നഗ്നയാക്കി എന്നെവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ ഒരു യുവജന സംഘടനയുടെ വേദിയിൽ സമാരാധ്യരായ നേതാക്കൾക്കും രക്തസാക്ഷികൾക്കും മുന്നിൽ ഇതുപോലെയുള്ള വേഷം കെട്ടലുകൾ കണ്ടാൽ കല അരസികരായ ഞങ്ങൾ പ്രതികരിച്ചു എന്നിരിക്കും. എങ്ങനെയാണ് ഇത് കലയാണ്, ഇതൊരു നാടകമാണ്. ആ നാടകം മിസ എന്ന് പറയുന്ന നാടകം ചരിത്രപരമായ ഒരു നാടകമാണ്. ഇവിടെ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു തട്ടുപൊളിപ്പൻ സിനിമ ഇറങ്ങിയ സമയത്ത് അതിനെതിരെ കൊടിപിടിച്ചവരല്ലേ നിങ്ങൾ? കാരണം എന്താ, ഈ പറയുന്ന ആളുകൾക്ക്, അതായത് ഇന്നത്തെ 25 വയസ്സെത്തി നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് അറിയാൻ വയ്യാത്ത ഗുജറാത്ത് കലാപത്തിൻ്റെ യഥാർത്ഥ വസ്തുതകൾ നിരത്തി കാണിക്കുന്ന ഒരു സിനിമയായിരുന്നു. അതിനെതിരെ എന്തെല്ലാം പുകിലുണ്ടാക്കി, അതങ്ങ് സെൻസർ ബോർഡ് വരെ കൊണ്ടുവന്ന് എത്തിക്കുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയില്ലേ? അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഇതൊക്കെ തോന്നും. പിന്നെ എന്താണ്, കേവലം ചെണ്ടയിലൂടെ, പാട്ടിലൂടെ, കൈമുദ്രകളിലൂടെ എല്ലാം അവതരിപ്പിക്കാൻ അറിഞ്ഞിരുന്ന കഥകളി പിറന്ന നാടാണ് ഇത് എന്ന് മറക്കരുത്. അടിയന്തരാവസ്ഥയുടെ അപ്പം ഇത് രണ്ടും രണ്ടല്ലേ? ഒരു നാടകം അവതരിപ്പിക്കുന്നത് പോലെ കഥകളി അവതരിപ്പിക്കാൻ കഴിയുമോ? ഇല്ല. അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള കലാവൃന്ദമുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ നാടിനെ സ്വാധീനിച്ചിട്ടുള്ളതും നമ്മുടെ നാടിൻ്റെ ജനതയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളതുമായ ഒരു കാര്യം നാടകങ്ങൾ തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവിടെ കഥകളി എന്ന് പറഞ്ഞാൽ എവിടെയാണ് കളിക്കുന്നത്? കഥകളി എന്ന് പറഞ്ഞ ഒരു അനുഷ്ഠാന കലാരൂപത്തിൻ്റെ മാതൃകയിൽ വരുന്നതാണ്. നാടകം ഒരു അനുഷ്ഠാന കലയേ അല്ല. നാടകം അനുഷ്ഠാന കലയേ അല്ല എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത്? കഥകളി ചില സങ്കേതങ്ങളിലൂടെ യാത്ര ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. അവിടെ മുദ്രകളും ഒക്കെ വരുന്നതാണ്. രണ്ടും രണ്ട് കലാരൂപമാണെന്നേ. ആ ഒരു വസ്തുത ആദ്യം ശശികല മനസ്സിലാക്കൂ. പിന്നെ എന്താണ്,
അടിയന്തരാവസ്ഥയുടെ ക്രൂരതകളെ വാരിപ്പുണർന്ന് ഇന്ത്യ മുന്നണിക്ക് അകത്താക്കി ആസ്വദിക്കുന്ന ഡിഫിക്കാരന് പെട്ടെന്ന് സ്നേഹലത റെഡ്ഡിയെയും അടിയന്തരാവസ്ഥയും ഓർമ്മ വന്നത് എന്തേ? നിങ്ങൾക്ക് അടിയന്തരാവസ്ഥയോട് എതിർപ്പുണ്ടെങ്കിൽ, ഭരണഘടനയെ അന്ന് വ്യഭിചരിച്ചു എന്ന അഭിപ്രായമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കേണ്ടത് ഇന്ത്യ മുന്നണിക്കകത്ത് നിങ്ങൾ കെട്ടിപ്പിടിച്ചിരിക്കുന്ന നിങ്ങളുടെ പുതിയ ബാന്ധവത്തോടാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം എത്ര പ്രാവശ്യം നിങ്ങൾ കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചു? അന്നൊന്നും തോന്നാത്ത ജനാധിപത്യ ബോധം ഇപ്പോൾ തുണിയഴിക്കാൻ മാത്രം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഒരു വാൽക്കഷ്ണമുണ്ട്. മെലിഞ്ഞുണങ്ങി എല്ലും തോലുമായ നല്ല അഭിനയശേഷിയുള്ള ഒരു യുവതിയെ സ്നേഹലത റെഡ്ഡിയായി നിങ്ങൾ വേദിയിൽ ഇതുപോലെ തുണി അഴിപ്പിച്ച് നിർത്തുമായിരുന്നോ? അതെന്തേ? ഇത് ഒരു നാടകം എന്ന് പറയുമ്പോൾ ആ നാടകത്തിൻ്റേതായ ചില ചിട്ടവട്ടങ്ങളുണ്ട്. അതിൽ ഓരോ കഥാപാത്രങ്ങൾക്കും ആ കഥാപാത്രത്തിന് അനുഗുണമായ ചില രീതികളുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് അറിയാവുന്നതാണ്, ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ വസ്ത്രം ധരിക്കാതെ അല്ലെങ്കിൽ മേൽ വസ്ത്രം ധരിക്കാതെ കയറുക എന്നുള്ളത്. എന്തേ അത് നിങ്ങളാരും എതിർക്കുന്നില്ല? പുരുഷന്മാരുടെ അർദ്ധനഗ്നരായ പുരുഷന്മാരാണ് പിന്നെ ക്ഷേത്രങ്ങളിലേക്ക് കയറുന്നത്. എന്തേ ആരും ചോദ്യം ചെയ്യുന്നില്ല? ഞങ്ങൾക്ക് പുരുഷന്മാരുടെ നഗ്നത, അർദ്ധനഗ്ന ശരീരം കാണാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് എന്തുകൊണ്ട് സ്ത്രീകളെല്ലാം കൂടെ പ്രശ്നമുണ്ടാക്കുന്നില്ല? പ്രശ്നമുണ്ടാക്കാമായിരുന്നല്ലോ, സ്വാഭാവികമാണ്. കാര്യം പുരുഷന്മാരെല്ലാം ക്ഷേത്രങ്ങളിലേക്ക് കയറുമ്പോൾ ഉടുപ്പിടാറില്ല, ബനിയൻ പോലും ധരിക്കാറില്ല. അപ്പം എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മൾ പോകുന്നത് എന്തിനാണ്? അവിടെ ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ആരാധനാ കർമ്മത്തിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ പോകുന്നത്. അവിടെ പുരുഷൻ്റെ നഗ്നത കണ്ട് ആസ്വദിക്കാനല്ല എല്ലാവരും പോകുന്നത്. അതുകൊണ്ട് അവിടെ ക്ഷേത്രത്തിനകത്ത് പുരുഷൻ്റെ അർദ്ധനഗ്നമായ ശരീരം ഒരു പെണ്ണിലും കാമം ഉണർത്തില്ല എന്നുള്ളത് വസ്തുതയാണ്. പോകുന്നതിൻ്റെ അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും. അപ്പോൾ ആ ഒരു ദൃശ്യത്തെ നിങ്ങൾ കാണുന്ന കണ്ണുകൊണ്ട് കാണുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. കാരണം അത് നഗ്നതയാണ് എന്നുള്ളൊരു തോന്നലല്ല, ആ തോന്നലുണ്ടാകരുത്. ആ തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ ഇമാതിരി തോന്നിവാസങ്ങൾ പറയാനും എഴുതാനും നമുക്ക് തോന്നും. ഇനി എല്ലും തോലുമായ ഒരു പെൺകുട്ടിയാണ് സ്നേഹലതയാക്കി അവതരിപ്പിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ബോഡി ഷെയ്മിങ് ആണെന്നേ. ഇന്നത്തെ കാലത്ത് ഈ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യമാണത്. എല്ലും തോലുമായ ഒരു യുവതി, അങ്ങനെയൊന്നുമില്ല. നാടകത്തിന് ഒരാൾ നാടക നടിയായി മാറുന്നെങ്കിൽ അതവരുടെ ശരീരവും അവരുടെ സംഭാഷണവും തന്നെയാണ് അവരുടെ ആയുധം. ഭാഷയും ശരീരവും അതവർ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. അതിനെ പിന്നെ ഒരു കലയെ കാണേണ്ടത് കലയെ എന്നുള്ള നിലയിൽ കാണുക, അല്ലാതെ കലയെ ആഭാസം നിറഞ്ഞ കണ്ണുകളോടി കണ്ടു കഴിഞ്ഞാൽ ഇമാതിരി ചോദ്യങ്ങളൊക്കെ തനിയെ ഏതൊരാളിൽ നിന്നും ഉണ്ടാവും. ഇപ്പം തന്നെ ഏകദേശം ശശികല എന്ന് പറയുന്ന ഒരാളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ശശികല എന്ന് പറയുന്ന ഒരാളുടെ ആസ്വാദനശേഷി എത്രത്തോളം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഊഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ വേടനെ വരെ നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു വരുത്തി, വേടനെക്കുറിച്ച് എന്തെല്ലാം പറയുക, കഞ്ചാവാണെന്നും മയക്കുമരുന്നാണെന്നും മയക്കുമരുന്ന് കച്ചവടം വരെ ഉണ്ട് എന്ന് പറഞ്ഞു വരുത്തിയ ആളല്ലേ ശശികല? ഇവിടുത്തെ മുസ്ലിങ്ങൾക്കെതിരായിട്ട് എന്തെല്ലാം തോന്നിവാസങ്ങൾ വിളിച്ചു പറഞ്ഞവരാണ് ശശികല. അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഒരു നാടകമാകുമ്പോൾ നാടകത്തെ നാടകമായി കാണാൻ ശ്രമിക്കുക, കലയെ കലയായി കാണാൻ ശ്രമിക്കുക. അവിടെ അരസികരെന്നോ അല്ലാത്തവരെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല. അപ്പം ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മാറ്റേണ്ട നിങ്ങളുടെ മനസ്സുകളാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കഥയുടെ അല്ലെങ്കിൽ ആ നാടകത്തിൻ്റെ ഇതിവൃത്തം ശരിയായി മനസ്സിലാക്കിയാൽ ഇതൊന്നും ഒരു നഗ്നതയേ അല്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കും. അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.